ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമാക്കി മാറ്റുന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ന്യൂയോർക്കിൽ തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഇറാനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയതിനു ശേഷം ഹോർമൂസ് കടലിടുക്ക് USന്റെ സ്വന്തം പ്രദേശമായി പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ തങ്ങളുടെ അനുവാദമില്ലാതെ ഈ ജലപാതയിലൂടെ ഒരു കപ്പൽ പോലും കടന്നുപോകില്ലെന്നും ഹോർമൂസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെ കയ്യിലാണെന്നും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീദാബാദ് ശക്തമായി തിരിച്ചടിച്ചു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും ഈ കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയാണ്. ഈ വാക്പോരിനിടയിലും ഹോർമൂസ് പാതയിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം UAEയുടെ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതായി അബുദാബി നാഷണൽ ഓയിൽ കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ തുടർച്ചയായ ആക്രമണ വാർത്തകൾക്ക് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ക്രൂഡ് ഓയിൽ വില ബാരലിന് $88.52 വർദ്ധിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 13 വൈകുന്നേരം 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിച്ചു. തുടർന്ന് വ്യാഴാഴ്ചയും കമ്പനിയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഭാഗ്യവശാൽ ആളപായമില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിലും മേഖലയിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇതുവരെ ആക്രമിക്കപ്പെട്ട അഡ്നോ കപ്പലുകളുടെ ആകെ എണ്ണം 17ആയി ഉയർന്നു. ഈ ആക്രമണങ്ങളിൽ ഇതുവരെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള ഈ കടുത്ത തർക്കങ്ങളും കപ്പലുകൾക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങളും പശ്ചിമേഷ്യയെ കൂടുതൽ ആശങ്കാജനകമായ ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്.